ഗസയിലെ വെടിനിർത്തലിൽ ഹമാസിന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ തന്റെ നിബന്ധനകൾ അംഗീകരിച്ചെന്നും ഹമാസും അംഗീകരിക്കേണ്ട സമയമാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് മധു കൊട്ടാരക്കര. മധു, ഇപ്പോൾ പഴയതുപോലെ തന്നെ ട്രൂത്ത് സോഷ്യലിലൂടെ പല കാര്യങ്ങളും ലോകത്തെ അറിയിക്കുന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തന്റെ അവസാന മുന്നറിയിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുന്നറിയിപ്പുകൾ ഉണ്ടാവില്ല എന്നാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ക്രിസ്ത്യന മറ്റെന്തെങ്കിലും അല്ല, ലാസ്റ്റ് വാർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ന്യൂയോർക്കിൽ നിന്ന് മടങ്ങും മുമ്പും ഇതേ രീതിയിൽ തന്നെ ഗസയിൽ ഒരു ഡീൽ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗസയിൽ നിന്ന് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ അംഗീകരിക്കുവാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഹമാസിന് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് എന്നാണ്. ഇസ്രയേലികൾ തന്റെ നിബന്ധനകളൊക്കെ അംഗീകരിച്ചു എന്ന് ട്രംപ് പറയുന്നു. ഹമാസ് അംഗീകരിക്കേണ്ട സമയമാണ് ഇത്. നേരത്തെ ക്രിസ്ത്യൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് ഇത് സംബന്ധിച്ചുള്ള ഈ ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. അംഗീകരിക്കാത്തതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു അവസാന മുന്നറിയിപ്പാണ്, ഇനി മറ്റൊന്നും ഉണ്ടാകില്ലെന്നുള്ള ട്രംപ് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ പറയുന്നത് ഒന്നാം ദിവസം തന്നെ ഇനി ഏതാണ്ട് 48 പേർ ഹമാസിന്റെ തടങ്കലിലുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടവർ ഉൾപ്പെടെ 48 പേരെ ഒന്നാം ദിവസം തന്നെ ഈ കരാർ നടപ്പിലായാൽ വിട്ടുകിട്ടണം. 1000-ലധികം തടങ്കലിലുള്ള ആൾക്കാരെ ഹമാസിന് വിട്ടുകൊടുക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഗസയിൽ വെടിനിർത്തൽ കരാറിൽ എത്തുവാൻ മധ്യസ്ഥർ വഴി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഹമാസും പറയുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനത്തിനും അതുപോലെ ഇസ്രായേൽ സൈന്യം ഈ ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കുന്നതിനും പകരമായിട്ടായിരിക്കും ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറുള്ളൂ എന്നാണ് ഹമാസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഗസയിൽ ഇപ്പോൾ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പട്ടിണി വലിയ തോതിൽ വ്യാപിക്കുന്നു. ഐക്യരാഷ്ട്ര സഭ അവരുടെ ആശങ്ക ഇന്ന് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസയുടെ പുതിയ മേഖലകളിലേക്ക് ഈ ഭക്ഷ്യക്ഷാമം വ്യാപിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ കണ്ടെത്തൽ. ഐക്യരാഷ്ട്ര സഭയുടെ ഈ സഹായങ്ങളൊക്കെ ഗസയിൽ ഏകോപിപ്പിക്കുന്ന അതിന്റെ ഒരു മേധാവി ടോം ഫ്ലെച്ചർ ഇസ്രായേലിനോട് തടസ്സമില്ലാതെ എത്രയും വേഗം ഭക്ഷ്യം എത്തിക്കുവാനുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ഏതാണ്ട് 2000-ലധികം ട്രക്കുകളിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റു പല സഹായങ്ങളും ഗസയിൽ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന അവരുടെ ഒരു പ്രതിരോധ ഏജൻസിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോഗാട്ട്. അവരാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. കൃഷ്ണ ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.